അലോസരപ്പെടുത്തുന്ന രണ്ട് വാർത്തകളാണ് ഇന്ന് കണ്ടത്, വായിച്ചത് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട്. ഒന്ന്, വൈറ്റ് ഹൗസിൽ മുൻ പ്രസിഡന്റുമാരുടെ ചിത്രം വെച്ചിരിക്കുന്നിടത്ത് ഈ ബൈഡൻ്റെ ചിത്രത്തിന് പകരം ഒരു ഓട്ടോ പെൻ, ഒരു പേന ആണ് വെച്ചിരിക്കുന്നത്. ആ പേന തന്നെ ഒപ്പിടുന്ന ഒരു പേനയാണ്. അപ്പോൾ അതാണ് വെച്ചിരിക്കുന്നത്. അതായത് ബൈഡൻ അവസാന കാലമായപ്പോഴത്തേക്ക് ഈ സ്വതന്ത്രമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവില്ലാതായി. പിന്നെ കാരണം അപ്പോഴത്തേക്ക് വയസ്സ് 82 ആകുന്നു. പിന്നെ അതുകൊണ്ട് ഒപ്പിടാനുള്ള ശേഷി പോലുമില്ല. അതുകൊണ്ട് മറ്റ് അസിസ്റ്റൻസ് കൊണ്ടുപോയി കൊടുക്കുന്ന കടലാസിൽ ആ പേന, ഓട്ടോ പെൻ, അത് തന്നെ അങ്ങ് ഒപ്പിടും. അതാണ് പിന്നെ അങ്ങനെയാണ് ചെയ്തതെന്നാണ് ട്രംപും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ആരോപിക്കുന്നത്. ബൈഡൻ തന്നെ അത് നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, തനിക്ക് അങ്ങനെ മാനസിക കുഴപ്പമൊന്നുമില്ലായിരുന്നാണ് അദ്ദേഹം തറപ്പിച്ച് പറയുന്നത്. രണ്ടാം തവണ മത്സരിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടപ്പോഴും അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പിന്നീടാണ് ഈ നാൻസി പെലോസിയും ഒക്കെ എതിർത്തുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പിന്മാറിയത്. അങ്ങനെയാണ് കമലാ ഹാരിസിനെ പിന്നെ ശുപാർശ ചെയ്യുന്നതും. നേരെ മറിച്ച് വാസപ്രചാരം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കമലാ ഹാരിസിന് പകരം ബൈഡൻ തന്നെയായിരുന്നു മത്സരിച്ചതെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ജയിച്ചു പോകുമായിരുന്നു. ആർക്കറിയാം, ജയിക്കില്ലായിരുന്നു എന്ന് നമുക്ക് പറയാനാവില്ല. കാരണം ഒരു നിലവിലുള്ള പ്രസിഡൻ്റാണ്, ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അപ്പോൾ കമലാ ഹാരിസ് വന്നു ആ ഒരു തരം വെടലച്ചിരിയും പിന്നെ 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 ഒരു തരം ഈ തോറ്റുപോകുന്നുള്ളൊരു ധാരണയില്ലാതെ ഇലക്ഷൻ വന്ന ആളാണ്. ഞാൻ ജയിച്ചിരിക്കും എന്നുള്ള രീതിയിലാണ് അവർ ആ മത്സര രംഗത്ത് മുഴുവൻ വന്നത്. ആ ഒരു ധിക്കാരം അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം ഉണ്ടായിരുന്നു. അവിടെയാണ് പരാജയപ്പെട്ടു പോയതെന്ന് തോന്നുന്നു. ഒരു വിനയത്തോടുള്ള ഒരു സമീപനം ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർ വിജയിക്കുമായിരുന്നു. പിന്നെ എന്തായാലും ആ കാലാവസ്ഥയും ജനങ്ങളുടെ ചിന്താഗതിയും എല്ലാം പിന്നെ മാറിയ ഒരു കാലഘട്ടമായിരുന്നു അതെന്നുള്ളത് നമ്മൾ മറക്കേണ്ടതില്ല. വ്യക്തിയെ ബാധിക്കുന്ന കാര്യം വ്യക്തിയെ മുൻനിർത്തി മാത്രമല്ല ആ കാലത്ത് അനിയന്ത്രിതമായ കുടിയേറ്റം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ അവയെല്ലാം സ്വാധീനിച്ചിട്ടാണ് ഇലക്ഷനിൽ ഈ പിന്നെ ട്രംപ് വിജയിക്കുകയുണ്ടായത്. അപ്പോൾ അതൊരു കാര്യം. അപ്പോൾ ഈ ഓട്ടോപ്പൻ, ഒരു മുൻ പ്രസിഡൻറ്റിൻ്റെ ചിത്രത്തിൻ്റെ സ്ഥാനത്ത് ഓട്ടോപ്പൻ വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു വളരെ തരംതാണ ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നു. അപ്പോൾ ഈ തരംതാണ കാര്യം ഇനിയിപ്പോൾ അടുത്ത തവണ ഡെമോക്രാറ്റുകൾ ജയിക്കുമ്പം അവരെന്താ ചെയ്യാൻ പോകുന്നത്? ഈ പ്രസിഡന്റ് ട്രംപിൻ്റെ ഫോട്ടോയുടെ സ്ഥാനത്ത് പിന്നെ വേറെ എന്തെങ്കിലും വെച്ചാലോ, ഒരു ജയിലിൻ്റെ ചിത്രം വെച്ചാലോ, അല്ലെങ്കിൽ അതുപോലുള്ള അപമാനകരമായ ഒരു ചിത്രം വെച്ചാലോ? അപ്പോൾ ഇതൊരു ഖേദകരമായ കാര്യമാണ്. അതിപ്പം ഇതിൽ ഈ പ്രസിഡന്റ് ട്രംപിനെയോ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻസിനെയോ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ഈ ഡെമോക്രാറ്റുകൾ കഴിഞ്ഞ തവണ എന്താണ് ചെയ്തത്? ട്രംപ് അധികാരമൊഴിഞ്ഞ ശേഷം, അപ്പോൾ അധികാരമൊഴിയാൻ അദ്ദേഹത്തിന് പിന്നെ ഇലക്ഷനിൽ തോറ്റുവെന്ന് സമ്മതിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. അതുപോലെ തന്നെ ജനുവരി 6 ഒരു കലാപശ്രമം അവിടെ നടക്കുകയുണ്ടായി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പേരിലാണ് പിന്നെ ട്രംപിനെ വേട്ടയാടുന്ന നടപടികളാണ് പിന്നെ നമ്മൾ കണ്ടത്. ട്രംപിനെതിരെ എടുക്കാത്ത കേസുകളൊന്നുമില്ല. ഏതെല്ലാം തരത്തിൽ കേസെടുക്കാമോ ആ രീതിയിലെല്ലാം കേസെടുത്തു. ട്രംപ് ഒരു കാരണവശാലും വീണ്ടും മത്സരിക്കരുത് പിന്നെ എന്നുള്ള ആ ഒരു കണക്കൂട്ടലോട് തന്നെയായിരുന്നു ആ നടപടികളെല്ലാം. അപ്പോൾ ആ ഒരു പ്രതികാര നടപടി ഒരു മുൻ പ്രസിഡന്റ് എന്നുള്ള നിലയിലുള്ള ഒരു ആദരവോ അംഗീകാരമോ കൊടുക്കുന്നതിന് പകരം എങ്ങനെയൊക്കെ കേസെടുക്കാമോ അങ്ങനെയൊക്കെ കേസെടുക്കുകയാണ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ ന്യൂയോർക്കിൽ ഈ ലെറ്റീഷ്യ ജെയിംസ് അറ്റോർണി ജനറൽ അവരെടുത്ത കേസിനോട് വാസം പറഞ്ഞാൽ നമുക്ക് ഒരു അനുഭവവും തോന്നുന്നില്ല. പിന്നെ ഈ ട്രംപിൻ്റെ ട്രംപിൻ്റെ സ്വത്തുക്കൾ അദ്ദേഹം വില കൂട്ടി കാണിച്ച് പിന്നെ ലോൺ എടുത്തു എന്ന് എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്. നമ്മുടെ സ്വത്തിന് ഇല്ലാത്ത വില, പിന്നെ വലിയ വിലയുണ്ടെന്നാണ് നമ്മൾ അവകാശപ്പെടുക. പക്ഷേ അത് പിന്നെ അസസ് ചെയ്യാൻ വരുന്ന ആളുകളുണ്ട്. അവർ വന്നിട്ട് നോക്കിയിട്ടാണ് പിന്നെ ഇതിന് ഇത്രയേ വിലയുള്ളൂ എന്ന് തീരുമാനിക്കുന്നത്. എന്നിട്ടാണ് ബാങ്ക് ലോൺ തരുന്നത്. അപ്പോൾ ബാങ്ക് ലോൺ കൊടുത്തു എന്ന് മാത്രമല്ല, ആ ലോണെല്ലാം കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുകയും ചെയ്തു. ആർക്കും ഒരു നഷ്ടവും വന്നില്ല. എന്നിട്ടും പിന്നെ അതിൻ്റെ പേരിൽ ഒരു കേസെടുത്തതിൻ്റെ മാനദണ്ഡം നമുക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് എത്രയോ 400 മില്യനോ എത്രയോ പിന്നെ പണം കൊടുക്കാനായിട്ട് ജൂറി വിധിച്ചു. അത് പിന്നെ അപ്പീലിൽ അത് പിന്നെ തള്ളപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഹീനകൃത്യങ്ങൾ, അപ്പോൾ ട്രംപിനെതിരെ ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങളെല്ലാം അവരും ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു തിരിച്ചടിയാണ് ഈ ലെറ്റീഷ്യ ജെയിംസിനെതിരെയൊക്കെ കേസെടുക്കാനായിട്ട് പറഞ്ഞത്. ഇതുവരെ പിന്നെ കേസൊന്നും ഉണ്ടായില്ല. പിന്നെ പിന്നെ ന്യൂയോർക്കുകാരി ആയിരിക്കെ അവിടെ വെർജീനിയയിലോ മറ്റോ പോയി പിന്നെ വീട് വാങ്ങി അവിടെ സ്ഥിരതാമസക്കാരിയാണെന്ന് സർട്ടിഫൈ ചെയ്തു. അപ്പോൾ അതൊരു ഫ്രോഡാണ് എന്ന് പറഞ്ഞാണ് കേസെടുക്കാൻ പറഞ്ഞത്. പക്ഷേ കേസെടുത്തില്ല. അതുകൊണ്ട് ആ US അറ്റോർണിക്ക് ജോലി പോയി. ഇനിയിപ്പോൾ പുതിയൊരാളെ നിയമിച്ചിരിക്കുകയുമാണ്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കും ഇന്ത്യയിൽ മാത്രമേ ഈ പ്രതികാര നടപടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള പാരവെപ്പൊക്കെ ഉള്ളെന്ന്. പക്ഷേ ഇവിടെയും അത് വളരെ പിന്നെ മോശമായ രീതിയിൽ നടക്കുന്നു എന്നുള്ളത് ഖേദകരമാണ്. ഈ പ്രസിഡന്റ് തലത്തിലൊക്കെ ഒരു മുൻ പ്രസിഡൻ്റായിട്ട് തന്നെ കാണണം, ആദരിക്കുന്ന രീതിയിൽ കാണണം. അല്ലാതെ ആദരിക്കാതിരിക്കുന്നത്
ഒട്ടും ശരിയായില്ല. കഴിഞ്ഞ തവണ അത് ചെയ്തത് കാര്യങ്ങളെല്ലാം ചെയ്തത് ഒട്ടും ശരിയായില്ല. അതിൻ്റെ തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഒരു എന്താ പറയുക, തരംതാണ കാര്യങ്ങളാണ്. ഇതിനെയൊന്നും നമുക്ക് അംഗീകരിക്കാനാവുന്നില്ല, നമുക്ക് ഇഷ്ടപ്പെടാനാവുന്നില്ല. അത് അടുത്ത തവണയെങ്കിലും പിന്നെ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പിന്നെ ആശിക്കാം. ഇതിൻ്റെ കൂടിയാണ് ഒരു ഇന്ത്യക്കാരൻ ഇന്ന് ഒരു അമേരിക്കക്കാരനെ പോയി തട്ടിയ വാർത്ത നമ്മൾ വായിക്കുന്നത്, കുത്തിക്കൊലപ്പെടുത്തിയ വാർത്ത വായിക്കുന്നത്. അപ്പോൾ അമേരിക്കക്കാരൻ 71 വയസ്സുള്ള എന്തോ ഒരു ബ്രിമ്മർ അയാൾ കുട്ടികളെ ഉപദ്രവിച്ചതിന് 9 വർഷം തടവിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ലൈംഗികമായി ഉപദ്രവിക്കുക, പീഡിപ്പിക്കുക, അങ്ങനെയുള്ളവർക്ക് ജീവിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞാണ് ഈ വരുൺ സുരേഷ് എന്ന് പറഞ്ഞൊരു ഇന്ത്യക്കാരൻ അയാളുടെ വീട്ടിൽ ചെന്ന് അയാൾ CPA ആണെന്ന് പറഞ്ഞാണ് ഈ അക്കൗണ്ടൻ്റ് ആണെന്നും പറഞ്ഞാണ് അവിടെ ചെല്ലുന്നത്. കാരണം ഇയാൾ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തണം. ഇയാളാണെന്ന് മനസ്സിലായപ്പോൾ ഇയാളെ ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോൾ അയാൾ ഓടി. 1-2 വീടുകൾ ഓടിയിട്ട് ഇയാൾ പുറകെ ചെന്ന് വേറൊരു വീടിൻ്റെ ഗരാജിലോ അടുക്കളയിലോ എവിടെ വെച്ച് കഴുത്തിന് വെട്ടി കൊല്ലുകയായിരുന്നു. എന്നിട്ട് കൂളായിട്ട് അറസ്റ്റും ഭരിച്ചു. അപ്പം അതിൽ യാതൊരു കുറ്റബോധവും പ്രകടിപ്പിക്കുകയും ഉണ്ടായില്ല എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്കാരൻ ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് ഇന്ത്യൻ സമൂഹത്തിന് തന്നെ നാണക്കേടാണ്. ഇത് തലയ്ക്ക് വട്ടായിരിക്കുമല്ലോ. തലയ്ക്ക് വട്ടില്ലാത്തവരും ഒന്നും ഇങ്ങനെ ചെയ്യാനുള്ള യാതൊരു സാധ്യതയുമില്ല. പുറത്ത് നിൽക്കുന്ന ചെറുപ്പക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കുറ്റവാളിയാണെങ്കിൽ ഈ ബ്രിമ്മറാണെങ്കിൽ 9 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചതാണ് ഈ കുറ്റത്തിന്. അപ്പോൾ ഒരു കുറ്റത്തിന് തന്നെ 2 ശിക്ഷ പാടില്ല എന്നാണ് നമ്മുടെ എല്ലാ നിയമങ്ങളിലുള്ളത്. ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും ആ നിയമത്തിൽ പറയുന്ന ഒരു കാര്യമാണ് 2 ശിക്ഷ. അപ്പോൾ അത് പല കാര്യങ്ങളും ഞാൻ ഓർക്കാറുണ്ട്. ഇവിടെ ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്തിലോ നരകത്തിലോ എന്നാൽ അവിടെ നമുക്ക് ശിക്ഷ കിട്ടുമോ? ഒരു ഡബിൾ പണിഷ്മെൻറ്റ് ഒരു കാര്യത്തിന് തന്നെ. എന്തായാലും അത് കിട്ടില്ല എന്ന് നമുക്ക് കരുതാം. അതോ അങ്ങനെയാണോ എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇതോർക്കുമ്പോൾ ഏതാനും വർഷം മുമ്പ് ഒരു കത്തോലിക്ക പുരോഹിതൻ, അതും ഒരു 70 വയസ്സൊക്കെ ഉള്ള ഒരു കത്തോലിക്ക പുരോഹിതനാണ്, ഈ പിഡോഫിലിയ കുട്ടികളെ ഉപദ്രവിച്ചതിന്, ലൈംഗികമായി ഉപദ്രവിച്ചതിന് അയാൾ ഈ 70-ാം വയസ്സിൽ അറസ്റ്റിലായി ജയിലിൽ ചെന്നപ്പോൾ എന്താ ജയിലിലുള്ള കുറ്റവാളികൾ അയാളുടെ കഴുത്ത് ഞെരിച്ച് അയാളെ കൊന്നു. അപ്പോൾ ഇവിടുത്തെ ജയിലുകളിലൊക്കെ നമുക്കറിയാം, ഇവിടെ കുട്ടികളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ ആളുകൾക്കെല്ലാം വലിയ നീരസമുള്ള കാര്യമാണ്. ജയിലിലായാലും എവിടെയാണേലും ആളുകൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. സ്ത്രീകളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ കൂടി അത്രയ്ക്കില്ല, എന്നാലും അതുപോലും ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്കാരം ഇത് ഉണ്ട്. വാസം പറഞ്ഞാൽ കുട്ടികളോടുള്ള ആ കരുണ, ആ കരുതൽ എത്രയും നല്ലതാണ്, എത്രയും അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതേസമയം തന്നെ നമുക്ക് നിയമം കയ്യിലെടുക്കാനുള്ള എന്തെങ്കിലും അവകാശമുണ്ടോ? നമ്മൾ തീരുമാനിക്കുകയാണ് ഇവൻ കൊല്ലപ്പെടേണ്ടവനാണ്, ഇങ്ങനെയൊക്കെ ചെയ്തവനാണ്, അതുകൊണ്ട് അവന് ജീവിക്കാൻ അവകാശമില്ല എന്ന് പറയാൻ നമുക്കെന്താണ് അവകാശം ഇരിക്കുന്നത്? സാധാരണ മനുഷ്യർ അങ്ങനെ ഓരോരുത്തരും നിയമം നടപ്പാക്കാൻ പോയി കഴിഞ്ഞാൽ സ്ഥിതി എന്താവും? അപ്പോൾ അങ്ങനെയുള്ള ഈ ഹീനകൃത്യങ്ങൾ അത് നിയമത്തിന് വിട്ടുകൊടുക്കുക. നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ. നമ്മൾ വ്യക്തിപരമായിട്ട് അതിനെ ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ ഒരിടത്തും എത്തുകയില്ല, ഒരു കാര്യവും നടക്കുകയുമില്ല. എന്ന് മാത്രമല്ല അത് രാജ്യത്തിന് വിരുദ്ധവുമാവും, നമ്മുടെ കമ്മ്യൂണിറ്റിക്കും അത് ദോഷകരമായി ബാധിക്കും. എന്തായാലും ആരും ഇങ്ങനെയുള്ള വട്ടുകേസുകൾ നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ.